ഹലോ എവ്രി വൺ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടു നോക്കിയാലോ. ഇന്നൊരു ക്ലാസ് ഇല്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരം വൈകിട്ടാണല്ലോ എണീക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. അങ്ങനെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ പോയി. ഈ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലാണല്ലോ ശരിക്കും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത പോലെ നമുക്ക് തോന്നാം. പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. സ്കിൻ കെയർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഈ ഐസ് റോളർ ഒന്ന് ഫേസിൽ റോൾ ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് നോക്കാം. ഇന്ന് പൂരിയും എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ പാചിക്കറിയാണ്. അപ്പോൾ പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ലീവില്ലാത്ത ദിവസമായതുകൊണ്ട് കിച്ചണിൽ കയറി എന്തെങ്കിലും ഒന്നോ രണ്ടോ പണിയൊക്കെ ചെയ്യാനുണ്ടാവല്ലോ. അങ്ങനെ ഇന്ന് കട്ടിങ് ഡ്യൂട്ടി കിട്ടിയത് എനിക്കാണ്. അല്ലെങ്കിൽ അടിച്ച് വാരാനൊക്കെയാണ് ഉണ്ടാവുക. ഇന്ന് ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് കട്ടിങ്ങാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നല്ലൊരു വെയിലൊക്കെ ഉള്ളൊരു ദിവസം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഒന്ന് പുറത്തു പോകാനുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട് മാറ്റി റെഡിയായൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ അടുത്തേക്ക് തന്നെ ആയതുകൊണ്ട് വല്ലാണ്ട് മാറ്റാനുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഒന്ന് ജസ്റ്റ് മാറ്റി അങ്ങനെ പോയി. പുറത്തു പോയി 1-2 സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയിരുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ്. മഴയിനല്ലോ ഇത്രയും ദിവസം. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ ആയപ്പം കുറച്ചൊരു സമാധാനം. എക്സാം ആവാനായിരിക്കണം. അപ്പം എക്സാമിനുള്ള എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണമല്ലോ വിചാരിച്ചിട്ട് എന്തൊക്കെയൊക്കെ നോക്കി അങ്ങനെ ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് എണീറ്റതിന് ശേഷമാണ് ചായ കുടിച്ചത്. ഈവനിങ് ആയപ്പോൾ കുറച്ചൊക്കെ ഒരു തണുപ്പൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബാക്ക് ടു എക്സാം പ്രിപ്പറേഷനിലേക്ക് വരാം. ഞാൻ ആദ്യം ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഞാൻ എഴുതി വെക്കും, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന്. എന്നിട്ടാണ് ഞാൻ പഠിക്കാതിരിക്കുക. എന്നിട്ട് പഠിക്കുന്നതിനനുസരിച്ച് ടിക്ക് ഇടാനാണ് എനിക്കിഷ്ടം. പിന്നെ നാളെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഷോർട്സും എഡിറ്റ് ചെയ്യാണ്ടേനു, അതൊക്കെ എഡിറ്റ് ചെയ്തു. രാത്രി ആയപ്പം നല്ല മഴ പെയ്തു. ഈവനിങ്ങത്തെ ആ തണുപ്പ് കണ്ടപ്പോഴേ വിചാരിച്ചിരുന്നു ഒരു മഴൻ്റെ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ മഴയൊക്കെ പെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.